തരൂരിന് ഇതെന്തു പറ്റി? തിരുവനന്തപുരത്ത് പലതവണ തരൂരിൻ്റെ ആ, പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല വീഡിയോകളും ചെയ്തിരുന്നതാണ്. എന്തായാലും ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് തുടക്കം തന്നെ ഒരു കാര്യം പറയുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകുക. നമ്മൾ തരൂരിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ UDFൻ്റെതായി പുറത്തു വന്ന വാർത്താക്കുറിപ്പിനെ കുറിച്ച് പറയാൻ കൂടിയാണ്. തിരുവനന്തപുരത്ത് വർഗീയ സംഘർഷമുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നു എന്നതാണ് ആ വാർത്താക്കുറിപ്പ് പറയുന്നത്. ഇതിനെതിരെ മുൻകരുതൽ എടുക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി നൽകി. ആരാധനാലയങ്ങളെയോ നേതാക്കളെയോ ആക്രമിച്ച് ഉത്തരവാദിത്തം ഇതര വിഭാഗങ്ങളുടെ മേൽ കെട്ടിവെച്ച് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം BJP നടത്തുന്നതായി പരാതിയിൽ പറയുന്നു. ഇതിനായി BJP നേതൃത്വം ജില്ലയിലെ ചില ഗുണ്ടാ സംഘങ്ങളെ സമീപിച്ചതായും വിവരമുണ്ട്. മതസൗഹാർദ്ദവും സമാധാനവും തകർത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള നീക്കത്തെ ഗൗരവത്തോടെ കാണണമെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്നും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തമ്പാനൂർ രവി നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. സാധാരണഗതിയിൽ BJPയെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം പരാതികളൊക്കെ വരിക സ്വാഭാവികമല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. BJP അത്തരം പല വർഗീയ സംഘർഷങ്ങളും ആസൂത്രണം ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണം വരാറുണ്ട്. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളത് നമുക്ക് ആശ്വാസകരം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ശശി തരൂരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ഈ വാർത്താക്കുറിപ്പിലുള്ള ചില അപകടങ്ങളെക്കുറിച്ചാണ്. ഈ വാർത്താക്കുറിപ്പ് നേരത്തെ ശശി തരൂരിന് പറ്റിയ ഒരു പിഴവിൻ്റെ തുടർച്ചയാണ് ഇത്. അടുത്ത പിഴവ് എന്ന് പറയേണ്ടി വരുന്നു. എന്താണ് ആദ്യമുണ്ടായ പിഴവ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. അതായത് ഈ വിവിധ മതസ്ഥരുടെ കയ്യിൽ നിന്ന് മതമേലധ്യക്ഷന്മാർക്കടക്കം പണം കൊടുത്ത് വോട്ട് സമാഹരിക്കാൻ ശശി തരൂർ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. എന്തായാലും ഇതിനെതിരെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചു. ഏറ്റവും ഒടുവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. പോലീസും കേസെടുത്ത സാഹചര്യമാണുള്ളത്. അതായത് വായിൽ തോന്നുന്ന എന്തും അങ്ങ് വിളിച്ചു പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അത് നടക്കും എന്ന് സാധാരണ പല രാഷ്ട്രീയക്കാർക്കും തോന്നാറുണ്ട്. പക്ഷേ തരൂർ ഇത്തവണ പറഞ്ഞതിൽ അല്പം വെട്ടിലാകുകയാണ് ചെയ്തത്. വെട്ടിലായി എന്ന് നമ്മൾ വെറുതെ പറയുകയല്ല. കാരണം മതമേലധ്യക്ഷന്മാർക്ക് പണം കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് മതമേലധ്യക്ഷനാണ് കൊടുത്തത്, അതായത് ഞാൻ ഏത് മതം മേലധ്യക്ഷന് കൊടുത്തു എന്ന് വ്യക്തത വരുത്താൻ തരൂർ തയ്യാറാകണം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ അത് മാത്രവുമല്ല, അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ശീലമുണ്ടോ, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യമാണ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ കൗണ്ടർ കൂടി കൊടുക്കാൻ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിരുന്നു. ഫലത്തിൽ ആ വിവാദത്തിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ പിൻവാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ആ വിഷയത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലിനും തരൂരിൻ്റെ അഭിമുഖം റിപ്പോർട്ട് ചെയ്ത ചാനലിനും ഒപ്പം തന്നെ അതിന് പിന്നാലെ ശശി തരൂരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകുകയും ചെയ്തു. വീണ്ടും നമ്മൾ പുതിയ വാർത്താക്കുറിപ്പിൽ എന്താണ് വിവാദം എന്നുള്ളത് പരിശോധിച്ചാൽ വാർത്താക്കുറിപ്പിനെ സംബന്ധിച്ച് അതിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്ന BJP ഇപ്പോൾ കലാപത്തിന് കോപ്പ് കൂട്ടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് പറയായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ജില്ലയിലെ ചില ഗുണ്ടാ സംഘങ്ങളെ BJP ബന്ധപ്പെട്ടു എന്നൊക്കെയാണ് ഈ UDF കമ്മിറ്റിയുടെ ചെയർമാൻ തമ്പാനൂർ രവി പറയുന്നത്. BJP നേതൃത്വം ജില്ലയിലെ ചില ഗുണ്ടാ സംഘങ്ങളെ സമീപിച്ചതായും വിവരമുണ്ട്. ഈ ഗുണ്ടാ സംഘങ്ങളെ സമീപിച്ച വിവരം എങ്ങനെയാണ് കോൺഗ്രസിന് ലഭിക്കുക? ഞാനല്ല ചോദിക്കുക. നാളെ സ്വാഭാവികമായും BJPയിൽ നിന്ന് ഉയരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തന്നെയായിരിക്കും. കാരണം ഗുണ്ടാ സംഘങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ കോൺഗ്രസ്സേ എന്ന് സ്വാഭാവികമായും BJP ചോദിക്കുന്ന നിലയിലേക്ക് എത്തും. എവിടെ നിന്നാണ്? അതായത് BJPയുടെ നേതൃത്വം അറിയുന്നൊരു കാര്യം, ഒന്നുകിൽ BJP നേതാക്കൾ അല്ലെങ്കിൽ ചോർത്തി ശശി തരൂരിന് കൊടുക്കണം. അങ്ങനെ ഒരു മറുപടിയൊക്കെ ചിലപ്പോൾ തരൂർ പറഞ്ഞേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഗുണ്ടാ സംഘങ്ങളെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ആ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം വേണ്ടേ? ഫലത്തിൽ ആ നിലയിൽ
എതിരാളികൾക്ക് വീണ്ടും ഒരു ആയുധം കൊടുക്കുന്ന നിലയിലായിരിക്കും ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ടിസ്റ്റുകൾ. അതായത് വാദം ദുർബലമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഈ നേരത്തെ പറഞ്ഞ ആരോപണമൊക്കെ പറയാം. അതായത് ഈ BJP വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടുന്നു എന്നൊക്കെ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് പറയുന്നതിലൂടെ ആകെ ശശി തരൂർ വീണ്ടും പ്രതിസന്ധിയിലാകുന്നു. ശശി തരൂർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ശശി തരൂർ കൃത്യമായി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയും ഇത്തരം വിവാദങ്ങളൊന്നും പെടാതെ വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. ഇത്തവണ എന്തുകൊണ്ട് തരൂരിന് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. തരൂർ ഇതുവരെ ഇല്ലാത്ത ഒരു ഭയം, ഒരു തോൽവി ഭയം തരൂരിനുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ് ഇത്തവണത്തെ സംഭവവികാസങ്ങളിൽ എന്നുള്ളതാണ്. പന്ന്യൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് പോലും ശശി തരൂർ ചോദിച്ചു. പന്ന്യൻ അതിന് പറഞ്ഞ മറുപടി തരൂരിന് അഹങ്കാരമാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഒരു ആൾ എന്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അദ്ദേഹത്തിന് ഇവിടെ എന്ത് റോള് എന്നൊക്കെ ചോദിക്കാൻ തരൂർ ആരാണ്? തരൂരാണോ തീരുമാനിക്കേണ്ട ഒരു വ്യക്തി മത്സരിക്കണോ, ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കണോ എന്നൊക്കെ? അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഫലത്തിൽ തരൂരിൻ്റെ ഒരു ധാർഷ്ട്യത്തിനെതിരെ, അതായത് ആ ചോദ്യത്തിലെ ഒരു അപകടത്തിനെതിരെ വീണ്ടും പന്ന്യനും രംഗത്തെത്തുന്നു. ഇവിടെയും പാളുന്നത് ശശി തരൂരിനാണ്. തുടർച്ചയായി കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പാളുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോഴൊക്കെയാണല്ലോ ആകെ ചങ്ങല പൊട്ടി നമ്മുടെ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സാകെ വ്യതിചലിച്ച് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത നിലയിലേക്ക് പോകുന്നത്. ഫലത്തിൽ തരൂര് ആ ഒരു തോൽവി മുന്നിൽ ഭയപ്പെടുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് നിന്നുണ്ടാകുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. തരൂരിനെതിരെ പ്രാദേശികമായ വലിയ വികാരം നമ്മൾ പലയിടത്തും കണ്ടതാണ്. തരൂർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സംസാരിക്കാത്തതിന്, ജനങ്ങളെ കാണാത്തതിന്, ഇപ്പുറത്ത് കോവളത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മണ്ണന്തല അടക്കം പലയിടങ്ങളിലും പ്രവർത്തകർ തരൂരിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് തമ്മിലടിക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെ ആകെ കല്ലുകടിയായി തരൂർ തിരുവനന്തപുരത്ത് മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയൊക്കെ കൊണ്ടുവന്ന ഒരു ഗംഭീര റോഡ് ഷോ ഒക്കെ നടത്തി ഇതിനെ മറികടക്കാനാണ് ശശി തരൂർ ശ്രമിച്ചത്. പക്ഷേ അതിലും വലിയൊരു, ഇപ്പോൾ BJPയുടെ ഒരു റോഡ് ഷോ ഒക്കെ വെച്ച് നോക്കിയാൽ അത്രത്തോളം, അതായത് വലിയൊരു തരൂരിന് സാധാരണഗതിയിൽ ഏറ്റവും ഒടുവിൽ AK ആൻ്റണിയുമായി ചേർന്നുകൊണ്ടാണ് വമ്പൻ റോഡ് ഷോ നടത്താറുള്ളത്. അത്തരം ജനപങ്കാളിത്തവും അതിൻ്റെ ഒരു വികാരവുമൊക്കെ തെരഞ്ഞെടുപ്പിൽ ഗുണമായി മാറുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇത്തവണ അതെല്ലാം മാറി ഇത്തരം വിവാദങ്ങളിൽ തുടർച്ചയായി തരൂർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും കടുത്ത പോരാട്ടത്തിലേക്ക് തിരുവനന്തപുരം കടക്കുമ്പോൾ തരൂർ നേരത്തെ പറഞ്ഞ പോലെ പന്ന്യൻ രവീന്ദ്രൻ ഒരു പരിധിവരെ ചിത്രത്തിൽ ഈ വാർത്തകളിൽ ഇടം നേടുന്നില്ല. പന്ന്യൻ ഒരു പക്ഷേ താഴെത്തട്ടിൽ പ്രവർത്തനം നടത്തുന്നുണ്ടാകും. കാരണം CPM-നും CPI-ക്കും ഒക്കെ, പ്രത്യേകിച്ച് CPM-ന് നല്ല സംഘടനാ സംവിധാനമുള്ള ജില്ല തന്നെയാണ്. മണ്ഡലങ്ങൾ കൂടുതലും ഇടതുപക്ഷത്തോടൊപ്പം നിയമസഭാ മണ്ഡലങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയെല്ലാം നല്ല ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പന്ന്യൻ താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നുണ്ടാകും. എന്തായാലും തരൂരിൻ്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ ഈ കൗതുകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്ന അഭിപ്രായങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിലൊക്കെ നിങ്ങളുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ളത്, അത് കമൻറ്റുകളായി തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.